ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 29, 2024 നമ്മുടെ ചെസ് അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ലോക ചെസ് ചാമ്പ്യനെ കണ്ടുപിടിക്കാനുള്ള മത്സരം ഇപ്പോൾ സിംഗപ്പൂരിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ചാമ്പ്യനായ ചൈനീസ് താരം ഡിങ് ലിറൈനും ഇന്ത്യക്കാരനായ ഡി ഗുഗേഷും തമ്മിലാണ് മത്സരം. നമുക്കറിയാം, ഡി ഗുഗേഷിന് 18 വയസ്സ് ആയിട്ടുള്ളൂ. മൊത്തം 14 ഗെയിമുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഗെയിം വെള്ളക്കരുക്കളുമായി ഡി ഗുഗേഷ് തുടങ്ങിയെങ്കിലും ചൈനീസ് താരത്തിൻ്റെ ഓപ്പണിങ്ങിലെ ചില പരീക്ഷണങ്ങൾ കാരണം സമയസമ്മർദ്ദത്തിന് അടിമപ്പെടുകയും ഡി ഗുഗേഷ് തോൽവി സമ്മതിക്കുകയും ചെയ്തു. രണ്ടാമത്തെ മത്സരത്തിൽ ചൈനീസ് താരത്തിനാണ് വെള്ളക്കരുക്കൾ. അത് ആദ്യ നീക്കം മുതൽ ഡി ഗുഗേഷ് സമനിലയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നീക്കിയത്. അത് സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. അതേസമയം മൂന്നാമത്തെ ഗെയിമിൽ ഗുഗേഷിനായിരുന്നു വെള്ളക്കരുക്കൾ. അത് അദ്ദേഹം വിജയിച്ചു. നാലാമത്തെ ഗെയിം ഇന്നാണ് നടന്നത്. ഇന്ന് ചൈനീസ് താരത്തിനായിരുന്നു വെള്ളക്കരുക്കൾ. ആ മത്സരം സമനിലയിൽ അവസാനിച്ചു. നമുക്കറിയാം, ഓരോ ഗെയിമിലും വ്യത്യസ്ത പരീക്ഷണങ്ങൾ കൊണ്ടുവരുന്ന ആളാണ് ചൈനീസ് താരം. ഇന്നും അദ്ദേഹം പുതിയൊരു നീക്കമാണ് ആദ്യത്തെ നീക്കമായി നടത്തിയത്. ഫസ്റ്റ് നീക്കത്തിൽ അദ്ദേഹം G5 നൈറ്റിനെ, അതായത് കുതിരയെടുത്ത് F3 വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യ നീക്കമായി അദ്ദേഹത്തിൻ്റെ നീക്കം F3 ആയിരുന്നു. ഇതിന് മറുപടിയായി ഡി ഗുഗേഷ് ചെയ്തത് D5 ആണ്. അതായത് ക്യൂവിന് മുമ്പിലുള്ള പോണിനെടുത്ത് 2 കോളം മുമ്പോട്ട് നീക്കി. രണ്ടാമത്തെ നീക്കത്തിൽ ചൈനീസ് താരം മറ്റെല്ലാ ഗെയിമുകളും ചെയ്ത പോലെ തന്നെ E3 ആണ് ചെയ്തത്. അതായത് കിങ്ങിന് മുമ്പിലുള്ള ആ പോണിനെ ഒറ്റ കോളം മാത്രം മുമ്പോട്ട് നീക്കി. അപ്പോൾ ഗുഗേഷ് ചെയ്തത് ഗുഗേഷിൻ്റെ G5 നൈറ്റിനടുത്ത് F6 വെക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തെ നീക്കമായി ചൈനീസ് താരം ചെയ്തത് B3 ആണ്. അതായത് B5 പോണിനെടുത്ത് ഒറ്റ കോളം മാത്രം മുമ്പോട്ട് നീക്കുമ്പോൾ നമ്മുടെ ചൈനീസ് താരത്തിൻ്റെ ബിഷപ്പിന് ഒരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഗുഗേഷ് ചെയ്തത് ബിഷപ്പിനെടുത്ത് F5 വെക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ ഓപ്പണിംഗ് മുന്നോട്ട് പോയി. ഏഴാമത്തെ നീക്കത്തിൽ അവർ ബിഷപ്പിനെ ക്യാൻസൽ ചെയ്തു. അതായത് ചൈനീസ് താരം ഗുഗേഷിൻ്റെ ബിഷപ്പിനെ അതിൻ്റെ ആ കോളത്തിൽ പോയി വെട്ടുകയും പകരം ഗുഗേഷ് നൈറ്റിനെ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുകയാണ് ചെയ്തത്. പിന്നീട് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി. ഒരു 15 നീക്കം കഴിഞ്ഞപ്പോൾ ചൈനീസ് താരം ABC ഫയലിലൂടെ മറ്റ് എല്ലാ ഗെയിമുകളും ചെയ്തതുപോലെ തന്നെ ABC ഇതിലൂടെ നൈറ്റുകളെയും ബിഷപ്പിനെ ക്യൂവിനൊക്കെ വെച്ച് ആക്രമണം തുടങ്ങി. പക്ഷേ ഗുഗേഷ് പ്രാവശ്യം നമുക്കറിയാലോ, ആദ്യത്തെ ഗെയിമിൽ ഇങ്ങനെ വന്നപ്പോൾ മത്സരം സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ പിന്നീട് ഇതിലും ഗുഗേഷ് അങ്ങനെ വിട്ടുകൊടുത്തില്ല. അതിലൂടെ ആക്രമണങ്ങളൊക്കെ അത് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. അവിടെയുള്ള ആക്രമണത്തിനും സമ്മതിച്ചില്ല. നൈറ്റുകളെയൊക്കെ പരസ്പരം ക്യാൻസലാക്കി വലിയ കരുക്കളൊക്കെ വെട്ടിയെടുത്ത് അങ്ങനെ അത് മത്സരം ഓരോ നീക്കം കഴിയുമ്പോഴേക്കും സമനിലയിലേക്കങ്ങനെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ 35 നീക്കമായപ്പോഴേക്കും ഏതാണ്ട് സമനിലയുടെ ഘട്ടം എത്തിയിട്ടുണ്ട്. 40 നീക്കം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സമനിലയ്ക്ക് റിപ്പീറ്റേഷൻ മൂവ്മെൻറ്റ് നടത്തി സമനിലയിലേക്ക് ആവുകയും ചെയ്തു. ഇനി നാലാമത്തെ മത്സരം നാളെ നടക്കും. നാളെ ഗുഗേഷിനായിരിക്കും വെള്ളക്കരുക്കൾ. അപ്പോൾ നാളെ എന്തൊക്കെ പരീക്ഷണം ചൈനീസ് താരം നടത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിലവിൽ രണ്ടുപേർക്കും 2 പോയിൻ്റ് വീതമാണ് ഉള്ളത്. ആദ്യം 7.5 പോയിൻ്റ് ആരാണ് എത്തുന്നത് അവരായിരിക്കും ഈ വർഷത്തെ ചെസ് ചാമ്പ്യൻ.
ഓക്കെ, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.